നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് 10 മണി ചെടിയാണ്. വളരെ ഭംഗിയുള്ള ഒരു ചെറിയ സസ്യമാണിത്. പോർച്ചുലിയേസി കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം പോർച്ചുലിയ ഗ്രാൻഡിഫ്ലോറ എന്നാണ്. ഇതിനെ സൺ റോസ്, മെക്സിക്കൻ റോസ്, 10 മണി ചെടി എന്നൊക്കെയാണ് സാധാരണയായി വിളിച്ചു വരാറുള്ളത്. അർജന്റീനയാണ് ഈ ചെടിയുടെ ജന്മദേശം. നിലം പറ്റി വളരുന്ന ഒരു ഏകവർഷി സസ്യമാണിത്. അതൊരു 30 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളർന്നു വരാറുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഇത് പടർന്നു പിടിക്കാറുമുണ്ട്. ഇതിൻ്റെ തണ്ടുകൾ ഇളം പച്ചയോ ചുവപ്പ് നിറത്തോടോ കൂടിയതാണ്. ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത വളരെ ചെറുതും മാംസളവും മൃദുവുമാണ്. അത് ഏകാന്തര ക്രമത്തിലോ കൂട്ടമായോ വിന്യസിച്ചിരിക്കുന്നു. ശാഖാഗ്രത്തിലാണ് ഇതിൻ്റെ പൂക്കൾ കാണാറുള്ളത്. ഒരു 2.5 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ വ്യാസത്തിലാണ് ഇത് കാണാറുള്ളത്. നിരവധി നിറത്തോടുകൂടി വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഈ 10 മണി ചെടിക്കുള്ളത്. മജന്ത, ചുവപ്പ്, റോസ്, വെള്ള തുടങ്ങിയ നിറങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടാറുള്ളത്. വളരെ വളക്കൂറുള്ള മണ്ണും നല്ല സൂര്യപ്രകാശവും ഈ 10 മണി ചെടിയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. 10 മണി ചെടിയുടെ ഇലയും പൂവുമാണ് ഔഷധമായി ഉപയോഗിക്കാറുള്ളത്. ഈ സസ്യം ലിവർ സിറോസിസ്, അസൈറ്റിസ് തുടങ്ങിയ കരൾ രോഗങ്ങളിലും വ്രണങ്ങളിലും ഉപയോഗിച്ചു വരുന്നു. കളർ തെറാപ്പിക്കും ഈ 10 മണി ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ 10 മണി ചെടി, ഈ 10 മണിക്ക് വിടരുന്ന ചെടി എന്നൊക്കെ അതിനർത്ഥം പറയാം. അത് വളരെ നല്ലൊരു ഔഷധമാണ്. അതൊരു ശീതവീര്യം എന്നാണ് പറയാം. അത് മിക്കവാറും അതിൻ്റെ ഉപയോഗം ഇത് സമൂലം അരച്ച് വെണ്ണയിൽ ചാലിച്ചിട്ട് അകത്തേക്ക് കഴിച്ചാൽ ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ വെള്ളപ്പോക്ക്, അസ്ഥിസ്രാവം, അതുപോലെ തന്നെ ഈ ശരീരം ചൂടാകുന്ന കണ്ടീഷൻ, ഇതിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ മെൻസസ് നിൽക്കുമ്പോൾ മെനോപോസൽ സിൻഡ്രോം എന്ന് പറയും. ഈ മാസക്കുളി നിൽക്കുമ്പോൾ ആൾക്കാർ, ഈ ലേഡീസിന് ശരീരം ഭയങ്കരമായിട്ട് ചൂടാവുക, ഭയങ്കര മനസ്സിനൊരു വിമ്മിഷ്ടം, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതിൽ ഇത് ലേശം അരച്ചിട്ട് വെണ്ണയിൽ ചാലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഈ പാലിലായാലും മതി, വളരെ നല്ല ഗുണം. പിന്നെ ഇതിൻ്റെ ഉപയോഗം ഇതിൻ്റെ ഇത് അരച്ചിട്ട് ഈ പാലിൽ ചേർത്തിട്ട് മുഖത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തിന് നല്ല കുളിർമ കിട്ടും. അതുപോലെ ഈ മുഖത്തുണ്ടാകുന്ന ഡ്രൈനെസ്സിന് വളരെ നല്ലതാണ്.